ചില എന്ന് പറഞ്ഞവരെ ഇന്നത്തെ ലേഖനവാതിൽ പത്രോസിലെ നമ്മളോട് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു വചനമുണ്ട്. പത്രോസിലെ നമ്മളോട് പറയുകയാണ്, നിങ്ങൾ അന്യായമായിട്ട് പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ ആ വേദനകൾ ക്ഷമാപൂർവ്വം സഹിച്ചാൽ അത് അനുഗ്രഹത്തിന് കാരണമാകുമെന്ന് പറയുകയാണ്. അന്യായമായി നിങ്ങൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തില്, അനുദിന ജീവിതത്തില് ഒരുപാട് അവസരങ്ങൾ, ഒരുപാട് മേഖലകളിൽ നമ്മൾ അന്യായമായി പീഡിപ്പിക്കപ്പെടുന്നുണ്ടായിരിക്കും. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിലാകാം, ഒരുപക്ഷെ നമ്മുടെ ജോലി സ്ഥലത്താകാം, നമ്മുടെ കൂട്ടുകാരുടെ ഇടയിൽ ഇരിക്കുമ്പോഴൊക്കെ ആയിരിക്കാം. അന്യായമായിട്ട് നമ്മൾ പീഡിപ്പിക്കപ്പെടുകയാണെങ്കിൽ, അന്യായമായിട്ട് നമ്മൾ വേദന അനുഭവിക്കേണ്ടി വരികയാണെങ്കിൽ പത്രോസിൽ നമ്മളോട് പറയുകയാണ്, ദൈവചിന്തയോടെ നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരുമെന്ന് പറയുകയാണ്. പത്രോസിലെ ആരുടെ ഉദാഹരണമാണ് നമ്മുടെ മുമ്പിൽ വെച്ച് കാണിക്കുന്നത്? ഈശോയുടെ ഉദാഹരണമാണ്. ഈശോയുടെ ജീവിതത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പത്രോസിലെ നമ്മളോട് പറയുകയാണ്, ക്രിസ്തു തന്നെ സഹിച്ചത പ്രകാരമാണല്ലോ. അന്യായമായി അവൻ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അവൻ ദൈവചിന്തയോടെ ക്ഷമാപൂർവ്വം സഹിച്ചു. അത് അനേകം പേർക്ക് അനുഗ്രഹത്തിന് കാരണമായെന്ന് പത്രോസിലെ നമ്മളോട് പറയുകയാണ്. നമ്മൾ ഇന്നത്തെ വചനഭാഗം വായിച്ചു കഴിയുമ്പോൾ ഈ ഒരു അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അന്യായമായിട്ട് നമ്മൾ എല്ലാവരും പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ദൈവചിന്തയോടെ സഹിക്കാനായിട്ട്, ക്ഷമിക്കാനായിട്ട് നമുക്ക് പറ്റിയാൽ അത് വലിയ അനുഗ്രഹത്തിന് കാരണമാണ്. അതിനുള്ളൊരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.